മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥന. വെറും 3 മിനിറ്റ് അല്ലേ ഉള്ളൂ. അതിനുവേണ്ടി ത്യാഗം സഹിച്ച് നിങ്ങൾ ഇരിക്കുന്നില്ലേ? അതിന് വില കൊടുക്കുന്നില്ലേ? വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ യേശു ഇന്ന് പ്രഭാതത്തിൽ നിന്നോട് എന്നോട് സംസാരിക്കുന്നത് കേൾക്കാൻ 3 മിനിറ്റ് കർത്താവ് ആവശ്യപ്പെടുകയാണ്. അതിലൂടെ വലിയ നന്മയാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇതാ ഇന്ന് കർത്താവ് തരുന്ന വചനം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാം വാക്യം. ശ്രദ്ധിക്കുക. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. മകളെ, കൊടുക്കുന്ന വ്യക്തികൾ, ദാനം ചെയ്യുന്ന വ്യക്തികളെ പിശാചിന് പേടിയാണ്. ഈശോ തന്റെ ജീവൻ തന്നതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം, ആരോഗ്യം, സമ്പത്ത്, കഴിവുകൾ ദൈവമഹത്വത്തിനായി നമ്മൾ കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിക്കുകയാണ്. ഇത് പിശാചിന് വലിയ ദേഷ്യമുള്ള കാര്യമാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാനും ഏറ്റവും നിസ്സാരമായ തിന്മകളിൽ കൂടെ ദൈവത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോകാനും ശ്രമിക്കുമ്പോൾ ഈശോ പറയുകയാണ്, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം പോയി വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നെ അനുഗമിക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുന്ന മകനും മകളുമായി നമുക്ക് മാറാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.